പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഇന്നലെ ലോക്സഭയിൽ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാജ്യസഭയിലും പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യവും ഒപ്പം ഇന്ത്യയുടെ നിലപാടും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും രാജ്യസഭയിൽ പരാമർശിച്ചു പോകാനുള്ള സാധ്യതയാണോ? ജിൽസി, അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് ഇന്ന് മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസ്താവന നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ് എന്നുള്ള സന്ദേശമായിരുന്നു. എല്ലാ കക്ഷികളോടും ഇത്തരത്തിൽ സംഘർഷം ഒഴിവാക്കാൻ തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിയാണ് രാജ്യത്തും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധം കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രത്യാക്രമണങ്ങളെ അടക്കം പ്രതിരോധിക്കാനുള്ള നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ രാജ്യം നടത്തിയിട്ടുണ്ടെന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് രാജ്യസഭയിലും നടത്താൻ സാധ്യത എന്നുള്ളതാണ്. അതേസമയം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കയുടെ പേര് എടുത്തു പറയാതെ ഉള്ള ഒരു പ്രസ്താവനയാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അപലപിക്കാനോ അല്ലെങ്കിൽ നേരിടാനോ ഉള്ള ഒരു ഭാഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വീണ്ടും പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ അമേരിക്കക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം അതോടൊപ്പം ഇന്ധന പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച വേണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സ്ഥിതിയും അത് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് ആയെങ്കിൽ പോലും ഇന്ധന പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയും ഇതുവരെയും തയ്യാറായിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതും അതോടൊപ്പം അമേരിക്കയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നതിലൊന്നും തന്നെ ഒരു വ്യക്തത വരുത്താതെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസ്താവന അറിയിച്ചിട്ടുള്ളത്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും രാജ്യസഭയിലും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജിൽസി, എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ നിലപാടടക്കമുള്ള കാര്യങ്ങളൊന്നും പരാമർശം നടത്തിയിരുന്നില്ല. അതേപോലെ തന്നെയായിരിക്കും ഇന്നിപ്പോൾ അദ്ദേഹം രാജ്യസഭയിലും സംസാരിക്കുക. എന്തായാലും പ്രതിപക്ഷവും അക്കാര്യത്തിലൊക്കെ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രാജ്യസഭാ നടപടികൾ ഇന്ന് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുക എന്നറിയാൻ രാജ്യം കാത്തിരിക്കുകയാണ്.